നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം 10th പ്രിലിംസിന്റെ പരീക്ഷ ഡിസംബർ 28-ന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് എന്നാണ് സെക്രട്ടേറിയറ്റ് OA പരീക്ഷ നടക്കാൻ പോകുന്നത്, അതിന്റെ ഡേറ്റ് എന്താണ്, ലാബ് അസിസ്റ്റന്റിന്റെ ഡേറ്റ് എന്താണ്, ഇതെല്ലാം കൂടെ 10th പ്രിലിംസിൽ ഉൾപ്പെട്ടതാണോ, 10th പ്രിലിംസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ധാരണ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഇല്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. ചില പ്രധാനപ്പെട്ട കമന്റ്സ് മാത്രം ഞാനിവിടെ കാണിക്കുന്നു. ഒന്ന്, മലപ്പുറം ജില്ലക്ക് ഡിസംബർ 28-നാണോ പരീക്ഷ എന്നുള്ളത്. മറ്റൊന്ന്, സെക്രട്ടേറിയറ്റ് OA 10th പ്രിലിംസിൽ അല്ലേ എന്നുള്ള കാര്യം. മൂന്ന്, സെക്രട്ടേറിയറ്റ് OA എല്ലാ ജില്ലക്കാർക്കും ഒരു ദിവസമാണോ പരീക്ഷ. കോഴിക്കോട് ജില്ലക്ക് എപ്പോഴായിരിക്കും പരീക്ഷ. കണ്ണൂർ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം എപ്പോഴാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് എന്നിവ സ്റ്റേറ്റ് വൈഡ് തസ്തികയാണോ, ജില്ലാ തസ്തികയാണോ, എല്ലാ ജില്ലക്കാർക്കും ഒരുമിച്ചാണോ പരീക്ഷ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത ദിവസങ്ങളിലാണോ പരീക്ഷ, എന്താണ് ഈ 10th പ്രിലിംസ് എന്ന് പറയുന്നത്, എന്തിനാണ് ഈ 4 ഘട്ടങ്ങൾ എന്നതിനെ കുറിച്ച് ഇപ്പോഴും സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ആദ്യം കാണിക്കാം. ഇത് 5 നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. 2023-ൽ വന്ന 5 നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. 134/2023 സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പവർട്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. 259/2023 കേരള സ്റ്റേറ്റ് ഫീൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്റ്റോർ കീപ്പർ. 446/2023 പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ. ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 557/2023 ഗവൺമെന്റ് സെക്രട്ടറിയേറ്റിലോട്ടുള്ള ഓഫീസ് അറ്റൻഡന്റ്. ഈ 5 നോട്ടിഫിക്കേഷൻസും വന്നത് 2023-ലാണ്, വിവിധ സമയങ്ങളിൽ. അതിൽ നവംബറിലും ഡിസംബറിൽ വന്നതുകൊണ്ട് അതിന് മുമ്പ് വന്നതുകൊണ്ട്. ഇതിൽ പലതും, ഉദാഹരണത്തിന് ഓഫീസ് അറ്റൻഡന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, KPSC സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, AG's ഓഫീസ്, ഇതിലോട്ടുള്ള ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തിക. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതായത് ജില്ലാ അടിസ്ഥാനത്തിലല്ല. മലപ്പുറം ജില്ലക്കാർക്ക് ഒരു അപ്ലിക്കേഷനും കണ്ണൂർ ജില്ലക്കാർക്ക് വേറെ, അങ്ങനെയല്ല. ഇത് ഏത് ജില്ലക്കാരെ അപേക്ഷിച്ചാലും ജോലി കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലായിരിക്കും ഒരു പക്ഷേ KPSC, PSCയുടെ മാത്രം ജില്ലകളിലോട്ട് പോകാം, ബാക്കിയെല്ലാം തിരുവനന്തപുരം തന്നെയാണ്. AG's ഓഫീസ് എറണാകുളത്തുകൊണ്ട് അവിടെ ഒരു പക്ഷേ ജോലി കിട്ടാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് വൈഡ് ആണ്. ഈ ഓഫീസുകളിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഏത് ജില്ലക്കാരായാലും ഇവിടെ മാത്രമേ ജോലി കിട്ടുള്ളൂ. എന്നാൽ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലോട്ടുള്ള ലബോറട്ടറി അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റിന്റെ തസ്തികയാണ്. അത് ഓരോ ജില്ലാടിസ്ഥാനത്തിലായിരുന്നു നോട്ടിഫിക്കേഷൻ. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും ഒക്കെ വേക്കൻസികൾ ഉണ്ടായിരുന്നു. LDC ഒക്കെ പോലെ 14 ജില്ലക്കാർക്കും ജില്ലാടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കേണ്ടത്. ജോലി കിട്ടുന്നതും നിങ്ങൾ ഏത് ജില്ലയ്ക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് അത് ജില്ലയിലായിരിക്കും. ഇങ്ങനെ ഈ അഞ്ചെണ്ണത്തിനും ചിലത് സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു, ചിലത് ജില്ലാടിസ്ഥാനത്തിലായിരുന്നു. ഇതിനെല്ലാം 10ാം ക്ലാസ് ആയിരുന്നു യോഗ്യത. ഇങ്ങനെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഈ തസ്തികൾക്ക് എല്ലാത്തിനും കൂടെ പ്രിലിംസ് പരീക്ഷയുണ്ട്, പിന്നെ മെയിൻസ് പരീക്ഷയുണ്ട്. മെയിൻസ് പരീക്ഷ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ്ലി ആണ്. പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഒരുമിച്ചാണ്. ഇതിന് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള പ്രിലിംസ് പരീക്ഷയാണ് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന 5 തസ്തികൾക്കും വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി പരീക്ഷയാണ് 2024 ഡിസംബർ മാസം 28-ാം തീയതി ആരംഭിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ അപേക്ഷിച്ചിട്ടുണ്ടാവുക സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 അപേക്ഷിച്ച ആളുകളും ഉണ്ടാവാം. ചില ആളുകൾ ലാബ് അസിസ്റ്റന്റ് മാത്രമായിരിക്കും അപേക്ഷിച്ചിട്ടുണ്ടാവുക. ചില ആളുകൾ അസിസ്റ്റന്റ് ടൈം കീപ്പർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ മാത്രമായിരിക്കും. ചില ആളുകൾ ഈ പറയുന്ന 5 അപേക്ഷിച്ചിട്ടുണ്ടാവും. എങ്ങനെയായാലും നിങ്ങൾ ഈ പറയുന്ന ആദ്യം പ്രിലിംസ് പരീക്ഷ എഴുതണം. പ്രിലിംസ് പരീക്ഷ പാസ്സായതിനു ശേഷം മാത്രമാണ് ഓരോന്നിനുമുള്ള സെപ്പറേറ്റ് മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. പ്രിലിംസ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നിനും സെപ്പറേറ്റ്ലി എല്ലാ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരുമിച്ചാണ്. സെക്രട്ടേറിയറ്റ് OAക്ക് അപേക്ഷിച്ച ആൾക്കും ലാബ് അസിസ്റ്റന്റിന് അപേക്ഷിച്ച ആൾക്കും അസിസ്റ്റന്റ് ടൈം കീപ്പറിനും സ്റ്റോർ കീപ്പറും എല്ലാവർക്കും ഒരുമിച്ച് ഒരു സിലബസിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ദിവസം പരീക്ഷ നടത്താൻ കഴിയില്ല. കാരണം എന്താണ്? ഓരോ തസ്തികയ്ക്കും ഡിഫറെന്റ് ഓരോ തസ്തികയ്ക്കും അത്രത്തോളം അപ്ലിക്കൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് 8,39,724 ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ആളുകൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ദിവസം പരീക്ഷ നടത്താൻ പറ്റുമോ? സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? വിവിധ ദിവസങ്ങളിലായിക്കോട്ടെ പരീക്ഷ നടത്തും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 5 തസ്തികൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ, അതിൽ ഒരേ ആളുകൾ തന്നെ ഉണ്ടാവാം, ഡിഫറെന്റ് ആയിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതുവരെ എല്ലാവരും കൂടെ വരുമ്പോൾ എങ്ങനെ പോയാലും 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് പരീക്ഷ നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് PSC എന്ത് ചെയ്യുന്നത്? വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് പരീക്ഷ നടത്തുന്നത്.
അപ്പോൾ ഡിസംബർ 28-ന് ഇതിന്റെ പരീക്ഷ ആരംഭിക്കും. അപ്പോൾ ഡിസംബർ 28-ന് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുണ്ടോ? ഉണ്ട്. സെക്രട്ടേറിയറ്റ് OA അപേക്ഷിച്ച ആളുകൾക്ക് പരീക്ഷയുണ്ട്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവില്ല. ഈ 8,39,000 ആളുകളിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്തായിരിക്കും? അടുത്ത ഡേറ്റിലായിരിക്കും. അതിലും ഉൾപ്പെടാത്ത ആളുകൾക്ക് നെക്സ്റ്റ് ഡേറ്റിലായിരിക്കും. അതിലും ഉൾപ്പെടാത്ത ആളുകൾക്ക് നെക്സ്റ്റ് ഡേറ്റിലായിരിക്കും. ഇതേപോലെ തന്നെയാണ് ലാബ് അസിസ്റ്റന്റിന്റെയും പരീക്ഷ. ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ജില്ലാടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങനെ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകൾക്കും അപേക്ഷകരുണ്ട്. എല്ലാ ജില്ലക്കാർക്കും ഒരുമിച്ച് പരീക്ഷ നടക്കുന്നുണ്ടോ? എല്ലാ ജില്ലയിലും ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ 28 പരീക്ഷയുണ്ടോ? ഉണ്ട്. ഡിസംബർ 28-ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയുണ്ട്. പക്ഷേ എല്ലാ ജില്ലകളിലെയും മുഴുവൻ ഉദ്യോഗാർത്ഥികളെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് 4 ഡേറ്റിലായിക്കൊണ്ടാണ് പരീക്ഷ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 5 തസ്തികൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് 4 ഡേറ്റിലായിക്കൊണ്ട് പരീക്ഷ നടക്കുന്നു. അപ്പൊ അതിൽ ആരൊക്കെ ഏതൊക്കെ ഡേറ്റിൽ ഉൾപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷയുടെ 15 ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്തായിരിക്കും അറിയാൻ സാധിക്കും. കോഴിക്കോട് ജില്ലക്കാർക്ക് ഇന്ന ഡേറ്റിൽ, തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇന്ന ഡേറ്റിൽ, അങ്ങനെ LDCയുടെ രീതിയിലല്ല ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. കാരണം LDC എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു പരീക്ഷ മാത്രമായിരുന്നു. അത് ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ. അത് ഓരോ ജില്ലക്കാർക്കും ഇപ്പോൾ കോട്ടയം, തിരുവനന്തപുരം അങ്ങനെ പ്രത്യേകിച്ച് 3-4 ജില്ലക്കാർക്ക് ഒരുമിച്ചൊരു പരീക്ഷ, മറ്റുള്ള 2-3 ജില്ലക്കാർക്ക് വേറെ പരീക്ഷ, അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ സ്റ്റേറ്റ് വൈഡ് തസ്തികകളുണ്ട്. സെക്രട്ടേറിയറ്റ് OA പോലത്തെ സ്റ്റേറ്റ് വൈഡുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ലാബ് അസിസ്റ്റന്റ് പോലത്തെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാ ആപ്ലിക്കൻസിൽ നിന്നും കുറച്ച് ആളുകളെ എല്ലാ ആളുകളിൽ നിന്നും കുറച്ച് ആളുകൾ എടുത്തുകൊണ്ട് ഓരോ ഡേറ്റിലും പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നു. ആ രീതിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ ഏത് ഡേറ്റിലാണെന്നുള്ളത് പരീക്ഷയുടെ 15 ദിവസം മുമ്പ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 15 ദിവസം മുമ്പാണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. ഡിസംബർ 28-ന് ആർക്കൊക്കെ പരീക്ഷയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഡിസംബർ 2nd വീക്ക് ആകുമ്പോഴേക്കും ആ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാനുവരി 11-ന് ആർക്കൊക്കെ പരീക്ഷയുണ്ട് എന്നുള്ളത് ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി തന്നെ ആ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാനുവരി 25-ന് പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് ആണെങ്കിൽ ജാനുവരി 10-ാം കൂടി തന്നെ വരുന്നതായിരിക്കും. ഫെബ്രുവരി 8-ാം തീയതി പരീക്ഷ ഉദ്യോഗാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് ഏറെക്കുറെ ജാനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു 20th ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. ഓരോ ജില്ലക്കാർക്കും എന്നാണ് പരീക്ഷ എന്നുള്ള സംശയം ഇതോടുകൂടി മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ജില്ലാടിസ്ഥാനത്തിലല്ല പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലക്കാർക്കും എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ചല്ല, കുറച്ച് ആളുകൾക്കായിരിക്കും പരീക്ഷ നടക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഇതിന്റെ മെയിൻസ് എങ്ങനെയാണ്? ഇതിന്റെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു. ഫെബ്രുവരി മാസം 8-ാം തീയതിയോട് കൂടി ഇതിന്റെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് വരും. റിസൾട്ട് വരുന്ന സമയത്ത് ഒരുമിച്ചല്ല റിസൾട്ട് വരിക. റിസൾട്ട് വരുമ്പോൾ ഇതെല്ലാം വ്യത്യസ്ത നോട്ടിഫിക്കേഷൻസ് ആണ്. സ്റ്റോർ കീപ്പറിന് ഒരു ലിസ്റ്റ് വരും. അതായത് 134/2023 എന്ന് പറയുന്ന ഈ പരീക്ഷയ്ക്ക് ഒരു ലിസ്റ്റ് വരും. ഈ 289/2023 എന്ന് പറയുന്നത് ഇതിന് വേറെ ലിസ്റ്റ് വരും. 456 വേറെ ലിസ്റ്റ് വരും, 447 വേറെ ലിസ്റ്റ് വരും, 587 വേറെ ലിസ്റ്റ് വരും. ഈ 447/2023 എന്ന് പറയുന്ന ലാബ് അസിസ്റ്റന്റിനാണെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് ഒരു ലിസ്റ്റും കോഴിക്കോട് ജില്ലയ്ക്ക് വേറെ ലിസ്റ്റ്, അങ്ങനെ ഓരോ ജില്ലാടിസ്ഥാനത്തിലായിരിക്കും ലിസ്റ്റ് വരുന്നത്. ഓഫീസ് അറ്റൻഡന്റ് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ അതിന് ഒറ്റ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ 5 അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും 5 5 ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും. ഉദാഹരണത്തിന് 58 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 58 മാർക്കാണ് സെക്രട്ടേറിയറ്റ് കട്ട് ഓഫ് വിചാരിക്കും. അപ്പോൾ 58 മാർക്കിന് മുകളിൽ സ്കോർ ലഭിച്ച 10th പ്രിലിംസിൽ സ്കോർ ലഭിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് പരീക്ഷ എഴുതാൻ എലിജിബിളാണ്. ലാബ് അസിസ്റ്റന്റിന് ജില്ലാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരു 45 മാർക്ക് കട്ട് ഓഫ് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ 45 മാർക്കിന് മുകളിൽ സ്കോർ ലഭിച്ചിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ ലാബ് അസിസ്റ്റന്റിന്റെ എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യും? അവർക്ക് ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എഴുതാൻ എലിജിബിളാണ്. ഇതേപോലെ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ സിംഗിൾ കട്ട് ഓഫും, ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഓരോ ജില്ലക്കും പ്രത്യേകം കട്ട് ഓഫ് വന്നുകൊണ്ട് ഈ 10th പ്രിലിംസ്, ഈ കോമൺ ആയിട്ട് നടന്ന ഈ 10th പ്രിലിംസ് പരീക്ഷയിൽ ആരൊക്കെ ഈ ഓരോ തസ്തികയ്ക്കും വയ്ക്കുന്ന കട്ട് ഓഫിന് മുകളിൽ മാർക്ക് ലഭിച്ചോ അവർക്കെല്ലാം എന്ത് ചെയ്യാം? അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന ഇൻഡിവിജ്വലി നടക്കുന്ന മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ സമയത്താണ് മെയിൻസ് ലെവൽ സിലബസ് അടിസ്ഥാനത്തിലുള്ള പരീക്ഷ നടക്കാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടി മാത്രം പ്രത്യേക പരീക്ഷ നടക്കാൻ പോകുന്നത്. ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രം പ്രത്യേക മെയിൻസ് പരീക്ഷ, അസിസ്റ്റന്റ് ടൈം കീപ്പറിന് പ്രത്യേക മെയിൻ പരീക്ഷ, സ്റ്റോർ കീപ്പറിന് പ്രത്യേക മെയിൻ പരീക്ഷ, ഇങ്ങനെയായിരിക്കും അതിന് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഒരു സംശയം ഇതോടുകൂടി മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായാലും ഈ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും 10th പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സിലബസ് അടിസ്ഥാനത്തിലാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരീക്ഷയാണ് ഇപ്പോൾ ഡിസംബർ 28-ന് ആരംഭിക്കാൻ പോകുന്നത്. അതിന്റെ മാതൃകാ പരീക്ഷ നമ്മുടെ ആപ്പിൽ ദിവസവും നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ ആപ്പിന്റെ ഹോം പേജിലുള്ള
ഡെയിലി എക്സാം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ വന്ന് പരീക്ഷ എഴുതാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ടൈം കീപ്പർ, സ്റ്റോർ കീപ്പർ, ഈ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രിലിംസ് പരീക്ഷയുടെ മോക്ക് എക്സാം ആണിത്, മോഡൽ എക്സാം ആണിത്. ഇപ്പോൾ കഴിഞ്ഞ LDCയുടെയും LGSന്റെയൊക്കെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മാതൃകാ പരീക്ഷ നമ്മൾ റൺ ചെയ്യുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദിവസവും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ PSC പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഒരു മിനി PSC പരീക്ഷ എഴുതുന്ന ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു പൊസിഷൻ, നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ സ്കോർ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പോരായ്മകൾ കണ്ടെത്താൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് റിമൈനിങ് ഡേയ്സിൽ, അതായത് ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് തിരുത്താനും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ദിവസവും നടക്കുന്ന ഈ മാതൃകാ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.